ഹായ് ഹലോ മൈ ഡിയർ ചിൽഡ്രൻ. വളരെ സന്തോഷകരമായിട്ട് നമ്മളിന്ന് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് നമുക്ക് നോക്കാം. ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ടൈറ്റിലിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഓൾറെഡി അവിടെ അത് ഇൻക്ലൂഡാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ക്ലൈമാറ്റിക് റീജിയൻസ്, ദ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് നമ്മൾ പഠിക്കുക. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച്. ഓൾ ടുഗെദർ ദർ ആർ 8 ക്ലൈമാറ്റിക് റീജിയൻസ്. അതെല്ലാം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കണം. ദെൻ ദ സെക്കൻഡ് പാർട്ട് ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്? വാട്ട് ആർ ദ റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹൗ ക്യാൻ വി സോൾവ് ദ പ്രോബ്ലംസ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം റെഡി അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. നമ്മുടെ ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വയ്ക്കുക. ടെക്സ്റ്റിൽ ഒരു നിഖിൽ ഷിബുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിഖിൽ ഷിബു അദ്ദേഹം കാനഡയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹയർ സ്റ്റഡീസിന് പോയി. ന്യൂ ബ്രൺസ്വിക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് വിൻ്റർ ആയിരുന്നു. അവിടുത്തെ വിൻ്റർ എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ മിഡിൽ സമയമാകുമ്പോൾ, ഒരു സെപ്റ്റംബർ 15 ആ സമയത്ത് അവിടെ വിൻ്റർ ആരംഭിക്കുന്നു. അത് അടുത്ത ഏപ്രിൽ വരെ മിക്കവാറും അത് ഒരു ലോങ് ടൈം നീണ്ടു നിൽക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് അവിടെ ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത് അവിടുത്തെ ടെമ്പറേച്ചറെ -35°C അത് ലോ ആയിപ്പോയി. അദ്ദേഹത്തിന് വളരെ ഡിഫിക്കൽട്ട് ആയിപ്പോയി ആ സമയത്ത് അവിടെ ജീവിക്കാനായിട്ടെന്നൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് തന്നിരിക്കുന്ന എന്തിനാണ്? നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റും ഈ പറയുന്ന കാനഡയിലെ ക്ലൈമറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നും, കേരളത്തിൽ നമുക്ക് വിൻ്റർ, സമ്മർ പോലുള്ള നമ്മുടെ സീസൺസ് ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോവുക. അതായത് നമുക്ക് സമ്മർ വളരെ ഹോട്ടോ അല്ലെങ്കിൽ വിൻ്റർ വളരെ കോൾഡോ അല്ല. നമുക്കൊരു നോർമൽ രീതിയിലാണ് ഇതെല്ലാം പോകുന്നത്. കാരണം പലതാണ്, അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ലാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള നിയർനെസ് ടു സീ, വിൻഡ്, ഇങ്ങനെയൊക്കെയുള്ള ചില എലമെൻസാണ് നമ്മളെ ഈ ഒരു മോഡറേറ്റ് ക്ലൈമറ്റിലേക്ക് കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ കൊണ്ടുവന്നത്. എന്നാൽ കാനഡ പോലുള്ള വളരെ ലാറ്റിറ്റ്യൂഡ് വളരെ കൂടുതലുള്ള ഉയർന്ന ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ വിൻ്റർ, സമ്മർ പോലുള്ള സീസൺസൊക്കെ വളരെ സമ്മർ അത്ര കൂടുതലൊന്നും ആയിരിക്കത്തില്ല, വളരെ ഷോർട്ടായിരിക്കും അവർക്ക് സമ്മർ. എന്നാൽ വിൻ്റർ അവർക്ക് വളരെ ലോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻട്രഡക്ഷനായിട്ട് കൂട്ടിയാൽ മതി. ഈ ഇൻട്രഡക്ഷൻ നമുക്ക് പല ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾക്കൊരു അവെയർനെസ് തരാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ്. വാട്ട് ഈസ് ദ ബേസ് ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് വേൾഡിനെ പല ക്ലൈമാറ്റിക് റീജിയൻസായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനൊരു ബേസ് ഉണ്ട്. എന്തിൻ്റെ ബേസിലാണ്? അത് 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് വെതർ, ദ ഫ്ലക്ച്വേഷൻസ്, ബേസ്ഡ് ഓൺ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എലമെൻറ്റ്സ് ഓഫ് വെതർ we divide the world into different climatic regions. Which are these elements? Temperature, atmospheric pressure and precipitation. Okay, all three elements of weather. അവിടെ 4 എണ്ണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഇൻക്ലൂഡ് ആയിരുന്നു, അവിടെ വിൻഡ്. ഓക്കെ, നിങ്ങൾക്ക് അതുകൂടി എഴുതാം, കുഴപ്പമൊന്നുമില്ല. ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പെർസിപ്പിറ്റേഷൻ ആൻഡ് വിൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, what is a climatic region? What is a climatic region? What is the definition for climatic region? A climatic region is an extensive geographic area in which similar climate characteristics are observed. Similar climate characteristics. ഓക്കെ, ഇതിന് ഈ ഒരു ഡെഫിനിഷന് 2 കീ വേർഡുകളുണ്ട്. ഫസ്റ്റ് വൺ എക്സ്റ്റെൻസീവ് ജിയോഗ്രാഫിക് ഏരിയ, അതാണ് ഒന്നാമത്തെ കീവേഡ്. രണ്ടാമത് എന്താണ് വന്നിരിക്കുന്നത്? സിമിലർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്.
അപ്പോൾ ഒരേപോലെ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു എക്സ്റ്റെൻസീവ് ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ദ വേൾഡ്? ലോകത്തിലെ മേജറായിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ഏതൊക്കെയാണ്? ദർ ആർ ഓൾ ടുഗദർ 8. നിങ്ങൾ ഇതിൻ്റെ പേര് പഠിച്ചു വെക്കുക. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്സ്, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ്, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, ടൈഗ റീജിയൻ ആൻഡ് തുന്ദ്ര റീജിയൻ. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് പറയാം. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്സ്. ഈ ഫസ്റ്റ് 4 എന്ന് പറയുന്നത് അത് 0 ഡിഗ്രി ടു 23.5 ഡിഗ്രി നോർത്ത്, 0 ഡിഗ്രി ടു 23.5 ഡിഗ്രി സൗത്തിലുള്ള ലാറ്റിറ്റ്യൂഡുകൾക്കിടയിലുള്ള പ്രദേശത്ത് കാണപ്പെടുന്നതാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ. അപ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് ഈ ആദ്യത്തെ 4. ദെൻ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് ആൻഡ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ടെമ്പറേറ്റ് സോണിലാണ് കാണപ്പെടുക. 30 ഡിഗ്രി ടു 60 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി ടു 60 ഡിഗ്രി സൗത്ത്. ദെൻ ടൈഗ ആൻഡ് തുന്ദ്ര റീജിയൻ, they are found in frigid zone. That means 60 ഡിഗ്രി to 90 ഡിഗ്രി ഫ്രിഡ്ജിഡ് സോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 നമുക്ക് ഇന്ന് പഠിക്കാം. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, മൺസൂൺ, സാവന്ന ആൻഡ് ഹോട്ട് ഡെസേർട്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മേജർ ക്ലൈമാറ്റിക് റീജിയൻസ്? ദാറ്റ് ഇസ് ദ ടോപ്പിക് ഓഫ് നെക്സ്റ്റ് സ്റ്റഡി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ക്ലൈമാറ്റിക് റീജിയൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഇക്വറ്റോറിയൽ. വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? It extends up to 10 degree north and south of the equator. High temperature and high rainfall throughout the year. It is hotter because sun rays are vertical throughout the year. Hottest place. Okay. Higher air convection and convectional precipitation is another feature of this area. Then this area receives rainfall every day in the afternoon. Okay, evergreen forests are abundant in this region. Evergreen forests are abundant. What is this evergreen forest? ലീഫ് പൊഴിയാത്ത, ഇല പൊഴിക്കാത്ത മരങ്ങളാണ് എവർഗ്രീൻ. ഈ ഏരിയയിൽ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും. ഓക്കെ, ആഫ്റ്റർനൂൺ റെയിൻഫോൾ ഉണ്ടാവും. കാരണം എന്താണ്? സൺറൈസ് ആർ വെർട്ടിക്കൽ, ഹോട്ടസ്റ്റ് ഏരിയ. അപ്പോൾ പകൽ മുഴുവൻ നല്ല ഹോട്ടായതുകൊണ്ട് വാട്ടർ ബോഡീസിലുള്ള വെള്ളം ഇവാപ്രേഷനിലൂടെ അറ്റ്മോസ്ഫിയറിലെത്തി അത് ഉച്ച കഴിയുമ്പോൾ തണുത്ത് കണ്ടൻസേഷൻ സംഭവിച്ച് പെർസിപ്പിറ്റേഷനായിട്ട് വീഴുന്നു, മഴ പെയ്യുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്ന ഏരിയയാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അത് 10 ഡിഗ്രി വരെയാണ്, 0 to 10 ഡിഗ്രി, 0 to 10 ഡിഗ്രി നോർത്ത് സൗത്തും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇക്വറ്റോറിയൽ ഏരിയയോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് ഇറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് ഏരിയ ഇൻ ദ വേൾഡ്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. മൺസൂൺ. Monsoon climatic region. What are the characteristics of monsoon climatic region? In which all places we experience climate? This monsoon climatic region. Indian subcontinent നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ മുഴുവൻ മാൺസൂൺ ഉണ്ട്. അപ്പം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, നമ്മുടെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് പിന്നെ പറയുന്നത് ബർമ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ ആൻഡ് പാർട്സ് ഓഫ് വിയറ്റ്നാം. ഇൻ ഓൾ ദീസ് ഏരിയ വി എക്സ്പീരിയൻസ് monsoon climatic region. Next, what are the characteristics of monsoon climatic region? Long and humid summer and short dry winter. Winter are short but summer long. In this region, diurnal range of temperature is very low in coastal area and very high in interior. That means diurnal temperature means the difference between maximum temperature and minimum temperature. In coastal area, why it is low? Because maximum minimum temperature almost same. Maximum temperature not big, minimum temperature not too low. Okay, അപ്പോൾ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഈ കോസ്റ്റൽ ഏരിയയിലെ മാക്സിമം ടെമ്പറേച്ചർ ഒത്തിരി കൂടുതലോ മിനിമം ടെമ്പറേച്ചർ ഒത്തിരി കുറവോ അല്ല, ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പം അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയായിരിക്കും. സോ ഇറ്റ് ഈസ് ലോ ഇൻ കോസ്റ്റൽ ഏരിയ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ അറ്റ് ദ ഇൻറ്റീരിയർ? നമ്മൾ
സീയിൽ നിന്നും അകന്നു പോകുമ്പോൾ, ഇൻറ്റീരിയർ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാക്സിമം ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, മിനിമം ടെമ്പറേച്ചർ ലോ ആയിരിക്കും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ഇൻറ്റീരിയർ. റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ വേരീസ് ഇൻ മൺസൂൺ റീജിയൻ. മൺസൂൺ റീജിയനിലെ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമായിരിക്കും. Luxuriant growth of vegetation and dense forest seen here. Here forests are dense. Dense means ഇടതൂർന്ന കാട്. അതുപോലെ തന്നെ luxuriant growth of vegetation. മരങ്ങളും ചെടികളും ഒക്കെ ഇഷ്ടം പോലെ വളരും. Why? Because of this rainfall, availability of water, then good soil, etc. Okay. So the growth of vegetation is luxuriant and dense forest. Evergreen and deciduous trees are generally found here. What is the deciduous trees? ഇല പൊഴിയാത്തത്. ഇല പൊഴിയാത്തതാണ് എവർഗ്രീൻ. ഡെസിഡസ് മീൻസ് ഇല പൊഴിയുന്നത്. അപ്പോൾ ഇല പൊഴിയാത്ത എവർഗ്രീനും ഇല പൊഴിഞ്ഞു പോകുന്ന ഡെസിഡസും ട്രീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഹിയർ ഫോറസ്റ്റ് ഹാവ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് ആർ സീൻ ഹിയർ. മൺസൂൺ റീജിയൻസ് ആർ ദ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയയാണ് മൺസൂൺ റീജിയൻ. എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇഷ്ടംപോലെ മഴ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഇഷ്ടംപോലെ ട്രീസ്, ലക്ഷറിയൻ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ്, ദെൻ ഗുഡ് സോയിൽ. ഓക്കെ, all these conditions are there. So this area is densely populated. Rice, sugarcane, jute, cotton, tea, coffee. So cultivation is more in this area. All types of vegetations are here. All types of crops are here. Okay. Then we are pass on to the third one, savanna. Savanna climatic region. The first of all we are learning what is this savanna. Write a short note on savanna. Savanna is a tropical grassland. Tropical അറിയാമല്ലോ, ഉഷ്ണമേഖല. ഉഷ്ണമേഖല ഗ്രാസ്ലാൻഡിൻ്റെ പേരാണ് സാവന്ന. They found between 10 degree and 30 degree latitudes in both hemisphere. In northern hemisphere and southern hemisphere, we can see the savanna type of grassland. In which is the area? It is between 10 degree and 30 degree. Northern hemisphere and southern hemisphere. They have different names in different regions. What are the different names of savanna? The African people call this particular grassland savanna, but the South Brazilian people call this area Campos, and Venezuela people call this Llanos. Okay, Llanos. So Llanos, Campos, savanna, all these are same. They are tropical grassland. Okay. Then the countries in which savanna found: Africa, India, Southeast Asia, Myanmar and Thailand. In all these places we can see savanna type of grassland. Then what are the characteristics of savanna climatic region? Hot and humid summer, cool and dry winter. Cool and dry winter. Average temperature between 21 degree and 32 degree. Rainfall between 25 centimeter and 125 centimeter. That means rainfall is low, but the temperature is medium temperature, 21 degree, 32 degree. Not too low, not too hot. Okay. So the savanna type of climatic region experience almost all moderate climate. Deciduous trees and tall grasses are found here. Deciduous means ഇല പൊഴിയുന്നത് അല്ലേ. Tall grasses are here. Herbivorous animals like giraffe, zebras are found these grasslands. ഇഷ്ടംപോലെ പുല്ലല്ലേ, അവിടെ ഹെർബിവോറസ് ആനിമൽസും ഉണ്ട്. എന്താണ് ഈ ഹെർബിവോറസ്? ദാറ്റ് മീൻസ് ഈ പുല്ല് തിന്നുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുന്ന മൃഗങ്ങൾ. കാർണിവോറസ് ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗർ ആർ ഓൾസോ ഫൗണ്ട് ഹിയർ. അപ്പോൾ പുല്ല് തിന്നുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിച്ച് തിന്നുന്ന ജീവികളും അവിടെ കാണും. കാർണിവോറസ് ആനിമൽസ് ഓൾസോ ഫൗണ്ട് ഹിയർ. Due to low rainfall, dry farming is adopted. Dry farming means
അധികം വെള്ളം വേണ്ടാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി രീതികളെയാണ് ഡ്രൈ ഫാമിംഗ് എന്ന് പറയുക. ആ ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് ഇവിടെ നടത്തുക സാവന്നയിലെ. എന്തുകൊണ്ടാണ്? അവിടുത്തെ റെയിൻഫോൾ 25 സെൻറ്റിമീറ്റർ ടു 125 സെൻറ്റിമീറ്റർ എന്ന ലോ ലെവലിലാണ്. അതുകൊണ്ട് അവർ ഡ്രൈ ഫാമിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ. ആനിമൽ ഹസ്ബൻഡറി ആൻഡ് അഗ്രികൾച്ചർ ആർ ദ മെയിൻ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ ഗ്രാസ് ലാൻഡ്. ഈ ഗ്രാസ് ലാൻഡിലെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് അഗ്രികൾച്ചർ. അതാണ് അവരുടെ ഓക്യുപ്പേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ലോ. എന്തുകൊണ്ടായിരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയുന്നത്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ കുറവാണ്, റെയിൻഫോൾ കുറവല്ലേ. അതുപോലെ തന്നെ വെറും ഗ്രാസ് ലാൻഡാണ്. അതുകൊണ്ട് അവിടെ അത്ര ഡെൻസ്ലി പോപ്പുലേറ്റഡ് അല്ല, പോപ്പുലേഷൻ ഡെൻസിറ്റി ലോയാണ്. മസായി എന്ന് പറയുന്ന ഒരു ഇൻഡിജിനസ് ട്രൈബ് അവിടെ കാണപ്പെടുന്നുണ്ട് ഈ ആഫ്രിക്കൻ സാവന്നയിലെ. പക്ഷെ അവർക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓക്യുപ്പേഷനാണ് പാസ്റ്റോറൽ ലൈഫ്. ദേ ലീഡ് എ pastoral life. This Maasai people, an indigenous group or the tribal group in Africa, they live in savanna area, but their occupation is pastoral life. എന്താണ് ഈ പാസ്റ്റോറൽ ലൈഫ്? ആടുമാടുകളെയും കൊണ്ട് പുൽമേടുകൾ തേടി തേടി മാറി മാറി ജീവിക്കുന്നതിനാണ് പറയുക പാസ്റ്റോറൽ ലൈഫ്. നമ്മൾ അവിടെ നൊമാഡ്സ് എന്ന് വിളിക്കും. അതായത് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഓരോരുത്തരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നു. പുല്ല് അവിടുത്തെ തീർന്നു കഴിയുമ്പോൾ അവർ ഗ്രാസ് തേടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ പെർമനൻറ്റ് ഹൗസസ് പണിയാതെ ജീവിക്കുന്ന ആളുകളാണ് ഈ മസായി. ക്യാഷ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ദിസ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് സാവന്ന. ക്യാഷ് ക്രോപ്സ്, cotton cultivation in Sudan and coffee cultivation in Brazil are example for the cultivation of cash crops. Okay, these are the characteristic features of savanna grassland. Then we can see a savanna type of grassland. There you can see carnivorous animals like lion. അവരാരെയാണ് നോക്കുന്നത്? തീർച്ചയായിട്ടും ജിറാഫ്, സീബ്ര പോലുള്ള ഹെർബിയോറസ് ആനിമൽസിനെ ആയിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പോൾ ടോൾ ഗ്രാസും ഡെസിഡസ് ട്രീസുമാണ് ഇങ്ങനെയുള്ള പ്രദേശത്ത് കാണുക. ദേ ആർ ഓപ്പൺ. ദിസ് ഈസ് ആൻ ഓപ്പൺ ഫോറസ്റ്റ്. ഓക്കെ. ദെൻ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോട്ട് ഡെസേർട്ട്സ്? ഫോർത്ത് ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ഹോട്ട് ഡെസേർട്ട്. പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഹോട്ടായിരിക്കും അല്ലേ? ഹോട്ടായിരിക്കും. ഡെസേർട്ട് എന്നല്ല അതിൻ്റെ പേര് തന്നെ. നോക്കിക്കേ, ദേ ആർ ദ ഹോട്ടസ്റ്റ് റീജിയൻ ഓൺ ദ എർത്ത്. അത് ഞാൻ എന്തിനു വിശദീകരിക്കണം? അത് കറക്റ്റ്, ഹോട്ടസ്റ്റ്. ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി. ആവറേജാണ് പറയുന്നത്. അപ്പോൾ ഹൈ എന്ന് പറയുന്നത് സമ്മറിലൊക്കെ 58 വരെ വരും കേട്ടോ. നോക്കിക്കേ, നെക്സ്റ്റ് നോക്കിക്കേ, ദ ഹയസ്റ്റ് റെക്കോർഡഡ് ടെമ്പറേച്ചർ ഇൻ അൽസിസിയ ഇൻ ദ സഹാറ ഡെസേർട്ട് ഈസ് 58. അപ്പം സഹാറ ഡെസേർട്ടിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ 58 ഡിഗ്രി വരെ വന്നു. ഓക്കെ. ആവറേജ് ഒരു 30 പറയുന്നു. ഹൈ ഡൂണർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മേക്ക് ഡെസേർട്ട് ക്ലൈമറ്റ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ലീവ് ഇൻ ഡെസേർട്ട്സ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. വൈ? ബിക്കോസ് ദ മാക്സിമം ടെമ്പറേച്ചർ ഇൻ ഡേ ടൈം ഈസ് വെരി ഹൈ ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ ഇൻ ദ മോർണിംഗ്, ദാറ്റ് മീൻസ് 5 AM ഈസ് ടു ലോ. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ വളരെ ഹൈയും മിനിമം ടെമ്പറേച്ചർ ടു ലോയുമായി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ വലിയൊരു സംഖ്യയായിരിക്കും അല്ലേ? അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പകൽ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. വൈകിട്ട്, അതായത് നമ്മൾ മിനിമം ടെമ്പറേച്ചർ എപ്പോഴാണ് അളക്കുന്നത്? മോർണിംഗിലാണ് അല്ലേ? 5 or 5:30 AM. ആ സമയത്ത് തീരെ ലോ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് നമുക്ക് ഡിഫിക്കൽട്ടാണ്. ആനുവൽ റെയിൻഫോൾ ഇൻ ഡെസേർട്ട് ഈ ജനറലി ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ. തീരെയില്ല 25 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ. ഇൻ സം പ്ലേസസ് ഇറ്റ് മേ നോട്ട് റെയിൻ ഫോർ സെവറൽ ഇയേഴ്സ്. ഓക്കെ. ഹോട്ട് ഡെസേർട്ട്സ് ആർ ലൊക്കേറ്റഡ് മോസ്റ്റ്ലി ഓൺ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റ്സ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ദിസ് ഹോട്ട് ഡെസേർട്ട്സ്, നമ്മൾ ലോകത്തിലെ ഹോട്ട് ഡെസേർട്ട്സ് എല്ലാം ഒന്ന് എക്സാമിൻ ചെയ്താൽ, നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഹോട്ട് ഡെസേർട്ട്സ് എല്ലാം കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് ഭാഗത്താണ് കാണപ്പെടുക. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് പഠിക്കണേ, അത് നമുക്ക് പറയാം. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ പ്ലാന്റ്സ് അഡാപ്റ്റഡ് ടു ലോ റെയിൻഫോൾ സച്ച് ആസ് കാക്ടസ്, ഷ്രബ്സ് ആൻഡ് പാംസ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഹിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മരുഭൂമി കാണുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന്. അവിടെ ലോ വാട്ടറിന് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അതുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന, അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാക്ടസ്, ഷ്രബ്സ് ആൻഡ് പാംസ്. നമ്മളിതിന് കള്ളിമുൾ ചെടികളും പനകളും ഒക്കെയാണ് അവിടെ വളരുക.
കാരണം അവർക്ക് കുറച്ച് വെള്ളം മതി. ഒയാസിസ് ആർ ഫൗണ്ട് ഇൻ പ്ലേസസ് വെയർ വാട്ടർ സോഴ്സസ് ആർ ഫൗണ്ട്. അപ്പം മരുഭൂമിയാണെങ്കിലും 25 സെൻറ്റിമീറ്റർ മഴയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് എന്താണ് ഒയാസിസ് പോലുള്ള മരുപ്പച്ചകൾ പോലുള്ള സ്ഥലങ്ങളും അവിടെയുണ്ട്. ചെറിയ പനകളും കുറച്ച് എന്താണ് ചെറിയ പുല്ലുകളും ഒക്കെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒരു പിക്ചർ ടീച്ചർ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഒയാസിസ്. ദെൻ ദീസ് ഏരിയാസ് ആർ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ്, ലോ പോപ്പുലേറ്റഡ് ഏരിയ. കാരണം ഡെസേർട്ടിൽ ആര് താമസിക്കാനാ? വളരെ അപൂർവം ചില ട്രൈബ്സൊക്കെ മാത്രമേ അവിടെ ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ലോ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആർ ദ മെയിൻ ലൈവ്ലിഹുഡ്. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ട്രൈബൽസൊക്കെയാണ്. ആ ട്രൈബൽസിൻ്റെ അവിടെ ഉള്ള സ്ഥലത്ത് അവരെ ചില ചെറിയ അഗ്രികൾച്ചറൊക്കെ നടത്തും. പിന്നെ അവർക്ക് ക്യാമൽ പോലെയൊക്കെയുള്ള ആനിമൽസ് ഉണ്ട്. അപ്പോൾ ആനിമൽ ഹസ്ബൻഡറി, അഗ്രികൾച്ചർ. ഇക്കണോമിക്കലി വാല്യുബിൾ മിനറൽസ് ആർ പ്രസൻറ്റ് ഹിയർ. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. നമ്മുടെ ഡെസേർട്സിലൊക്കെ ഇക്കണോമിക്കലി വാല്യുബിളായിട്ടുള്ള ഗോൾഡ്, സിൽവർ പോലുള്ള മിനറൽസ് അവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമുക്കതിനെ എടുക്കാം. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്സ്. ദിസ് ഈസ് ദ picture of a hot desert. You can see an oasis here. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെയുള്ള പ്രദേശങ്ങളാണ്. അവിടെ കുറച്ച് പാം ട്രീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണൊരു ഡെസേർട്ട്. ഹോട്ട് ഡെസേർട്ട്സ് ആർ ലൊക്കേറ്റഡ് മോസ്റ്റ്ലി ഓൺ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റ്സ്. വൈ? ഞാൻ പറഞ്ഞായിരുന്നു അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണെന്ന്. എന്തുകൊണ്ടാണ് ഈ ഹോട്ട് ഡെസേർട്ട്സ് കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് ഭാഗത്ത് കാണപ്പെടുന്നത്? അതിൻ്റെ റീസൺ ഇതാണ്. As the trade wind travel across the continents and reach the western margin, the wind loses its moisture and become dry. കണ്ടോ, നോക്കുകയും അവിടെ വരുന്ന കാറ്റിൽ മോയ്സ്ചർ ഇല്ല. ആരാണ് അവിടെ വരുന്ന കാറ്റ്? നമ്മൾ കണ്ടിട്ടുള്ളതാണ് ട്രേഡ് വിൻഡ്. ട്രേഡ് വിൻഡ് ആ പ്രദേശത്തെത്തുമ്പോൾ, അതായത് ഈസ്റ്റ് ഭാഗത്തൂടെ വെസ്റ്റിലേക്കാണ് പോവുക ട്രേഡ് വിൻഡ്. അങ്ങനെ ട്രേഡ് വിൻഡിൻ്റെ ഡിറക്ഷൻ നിങ്ങൾക്കറിയാം. സൗത്തിൽ അത് സൗത്ത് ഈസ്റ്റും നോർത്തിൽ അത് നോർത്ത് ഈസ്റ്റുമാണ് അല്ലേ? അപ്പോൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ആദ്യം എത്തുന്നത് കോണ്ടിനെൻറ്റ്സിൻ്റെ ഈസ്റ്റിലാണ്. ഈസ്റ്റിലൊക്കെ നല്ല മഴ കിട്ടും. പിന്നെ വെസ്റ്റിലേക്ക് പോകുന്തോറും ദിസ് വിൻഡ് ലോസ്റ്റ് ഇസ് മോയ്സ്ചർ. അപ്പോൾ ഡ്രൈ വിൻഡായിരിക്കും വെസ്റ്റിലെത്തുക. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? റെയിൻഫോൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ റെയിൻഫോൾ ഇല്ല. അപ്പോൾ റെയിൻഫോൾ കുറവുള്ള, റെയിൻഫോൾ ഒട്ടും ഇല്ലാത്ത പ്രദേശങ്ങളാണ് എന്തായി മാറുക? ഡെസേർട്സ്. സോ ഓൾ ദീസ് ഡെസേർട്സ് ആർ സീൻ ഇൻ വെസ്റ്റ് പാർട്ട് ഓഫ് കോണ്ടിനെൻറ്റ്സ്. Therefore, western margins of countries remain dry throughout the year. Okay. Which are the major minerals of deserts? Gold, copper, petroleum. Petroleum. നമുക്കറിയാം നമ്മുടെ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രീസൊക്കെ ഇത്രയും വെൽത്തി കൺട്രീസായി മാറിയത് എങ്ങനെയാണ്? അവരൊക്കെ ഏകദേശം ഡെസേർട്സ് ആയിരുന്നു അല്ലേ? ഡെസേർട്ടാണ്. അവിടെ കണ്ടെത്തിയ പെട്രോളിയമാണ് അവർക്ക് ഇത്രയും സമ്പന്നരായി മാറിയത്. അതുപോലെ തന്നെ ഗോൾഡ്, കോപ്പർ പോലുള്ള ഇക്കണോമിക്കലി വാല്യബിളായിട്ടുള്ള മിനറൽസ് അവിടെ കാണപ്പെടുന്നു ഡെസേർട്സിൽ. ഗോൾഡ്, കോപ്പർ, പെട്രോളിയം. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ ബാക്കി 4 ക്ലൈമാറ്റിക് റീജിയൻസാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.